PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPSA NCA ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം LPSA NCAയുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓൺലൈൻ പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പരീക്ഷയ്ക്ക് ആദ്യം എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല, എങ്ങനെയായിരിക്കും പരീക്ഷ വരാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ 25 ഓൺലൈൻ മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മികച്ച രീതിയിൽ ഈ ഒരു ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, സിലബസിനെ മുഴുവൻ കവർ ചെയ്ത് സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോഗി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ എല്ലാ സബ്ജക്റ്റിനെയും കവർ ചെയ്തുകൊണ്ടുള്ളതും ഇതുവരെ LP UP മേഖലയുമായിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും 2024 2023 തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ് അടക്കമാണ് നൽകുന്നത്. അതുപോലെ UPSA ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട്, അതായത് UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെയും അതിന്റെ അനുസരിച്ചുള്ള 10 മോഡൽ എക്സാമും നിങ്ങൾക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾക്ക് LPSA പരീക്ഷയാണ് ഉള്ളതെങ്കിൽ അവരും, UP സ്കൂൾ ഇന്റർവ്യൂ ആണുള്ളതെങ്കിൽ അവരും കൃത്യമായിട്ട് ഈ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LPSAയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടവർ LPSA NCA എന്നും UP സ്കൂൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ട UPSA എന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ പഠിച്ചിരുന്നല്ലേ. അപ്പൊ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ സാധ്യതയുള്ള, ഇന്റർവ്യൂവിനാണെങ്കിലും പരീക്ഷയ്ക്കാണെങ്കിലും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. അതുപോലെ ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്ന അക്ഷര സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയാണ്. അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ അഗതി മന്ദിരങ്ങള്, വൃദ്ധസദനങ്ങള്, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സാക്ഷര സാന്ത്വനം എന്ന് പറയുന്നത്. ഇനി എന്താണ് അക്ഷരവൃക്ഷം? ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് കുട്ടികൾക്ക് സർഗശേഷി പ്രകർശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. അപ്പൊ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തില് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അക്ഷരവൃക്ഷമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമാക്കാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയോ? അക്ഷരലക്ഷ്യമാണ് കേട്ടോ. അപ്പൊ അക്ഷര വച്ചിട്ട് 3 പദ്ധതികളുണ്ടല്ലേ, അക്ഷര സാന്ത്വനം, അക്ഷരവൃക്ഷം, അക്ഷര ലക്ഷ്യം. ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ഏത്? ചങ്ങാതി. അപ്പോ അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ്? അക്ഷര സാന്ത്വനമാണ്. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തില് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയോ? അക്ഷര വൃക്ഷമാണെന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അക്ഷര ലക്ഷ്യത്തിന്റെ പ്രത്യേകത? കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമാക്കാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അക്ഷര ലക്ഷ്യം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണ്? അത് ചെങ്ങാതിയാണ്. ഇനി അടുത്ത് നോക്കിയാലോ. അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഹമാരി മലയാളമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. അപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ്? റോഷ്നിയാണ്. മലയാളം അറിയാത്ത അവ്യക്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷന്റെ പുതിയ സംരംഭം പച്ച മലയാളം. മലയാളം അറിയാത്തവരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പുതിയ സംരംഭത്തിന്റെ പേരെന്താ? പച്ച മലയാളം.
പട്ടികജാതി വിഭാഗങ്ങളിലെ സാക്ഷരത ഇല്ലാതാക്കുക, തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് നവചേതന. എന്താണ് നവചേതന? പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത ഇല്ലാതാക്കുക, തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നവചേതന. സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ആണ് ചിരി. സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങള് പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ഏതാണ്? ചിരിയാണ്. അപ്പൊ ഹമാരി മലയാളം എന്താ? അന്യഭാഷ തൊഴിലാളികൾ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷര മിഷന്റെ പദ്ധതിയാണ്. റോഷ്നി എന്താ? ഇതര സംസ്ഥാന തൊഴിലാളികൾ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതിയാണ്. എന്താണ്? പച്ച മലയാളം, മലയാളം അറിയാത്തവരെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി. എന്താണ്? നവചേതന, പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത ഇല്ലാതാക്കുക, തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്. സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ഏതാണ്? അത് ചിരിയാണ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യ വിഷയത്തിന്റെ ഭാഗമാക്കാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം 1 പാടത്തേക്ക്. അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യ വിഷയത്തിന്റെ ഭാഗമാക്കാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് പാഠം 1 പാടത്തേക്ക്. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലോകബാങ്കും സർവശിക്ഷ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന കേരളത്തിന് പങ്കാളിത്തം ലഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ് എന്നാണ് സ്റ്റാർസിന്റെ ഫുൾ ഫോം. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ലോകബാങ്കും സർവശിക്ഷ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന കേരളത്തിന് പങ്കാളിത്തമുള്ള പദ്ധതിയാണ് ഏത്? സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ജൈവ വൈവിധ്യ ഉദ്യാനം. അപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ഏത്? ജൈവ വൈവിധ്യ ഉദ്യാനം. വിദ്യാർത്ഥികളിൽ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതമാണ് കേട്ടോ. വിദ്യാർത്ഥികളില് അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് സഹിതമാണ്. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി ധനുസ് ആണ് കേട്ടോ. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം നൽകുന്ന പദ്ധതി ഏതാണ്? ധനുസ് ആണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി ജൈവ വൈവിധ്യ ഉദ്യാനം. വിദ്യാർത്ഥികളിൽ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ധനുസ്. പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതു വൈഫൈ കേന്ദ്രം ഉൾപ്പെടുന്ന പദ്ധതിയാണ് സജ്ജം. പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതു വൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി സജ്ജമാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ ഈ സജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി മാസം തോറും 2000 രൂപ നൽകുന്ന പദ്ധതി വിജ്ഞാന ദീപ്തിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി മാസം തോറും 2000 രൂപ നൽകുന്ന പദ്ധതി ഏതാണ്? വിജ്ഞാന ദീപ്തിയാണ്. ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനി കൈറ്റ് ആണ് കേട്ടോ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനി ഏതാണ്? കൈറ്റ് ആണ്. കേരളത്തെ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സംവിധാനമാണ് സമ്പൂർണ്ണ. 2010 ഇത് വന്നിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ വിദ്യാലയങ്ങളില് ഓൺലൈൻ സ്കൂൾ മാനേജ്മെന്റ് സംവിധാനമാണ് ഇത് സമ്പൂർണ്ണ. 2010 ഇത് വരുന്നത്. സംസ്ഥാനത്തെ
1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് കേട്ടോ. സംസ്ഥാനത്തെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനം കൂടിയാണ് സമ്പൂർണ്ണ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ച് പഠിച്ച പോലെ നമ്മൾ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ച് പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രൊജക്ടുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് LPSC NCA പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് 25 ഓൺലൈൻ മോഡൽ എക്സാം ഒക്കെ നമ്മൾ നൽകുന്നതായിരിക്കും. ഇനി കുറച്ച് ദിവസങ്ങൾ, 9ാം തീയതിയാണ് എക്സാം, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങളെ സമ്പൂർണ്ണതയിലേക്ക്, അത് നിങ്ങൾ പഠിച്ച കാര്യം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ഹെൽപ്പ് ചെയ്യും. അതുപോലെ UPSC അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. UPSC അസിസ്റ്റന്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് കൊണ്ട് 10 മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.